സന്തോഷമായോന്നോ ഇതിന് ഞാൻ എത്ര കൊല്ലായി സാറേ ശ്രമിക്കുന്നവരോ എനിക്ക് അറിയില്ല. ഞാൻ തീരെ വിചാരിച്ചില്ല ആ ഒരു വീഡിയോ കണ്ടപ്പോ എനിക്ക് ഇങ്ങനെ ഒരു ഇത് കിട്ടുന്നുള്ള. വളരെ സന്തോഷം, വളരെ വളരെ സന്തോഷം സാറേ. ഇനിയുള്ള ഒന്നും എനിക്ക് പ്രശ്നമില്ല. ചോരാതെ കിടന്നുറങ്ങിയ മക്കളൊക്കെ വന്നാല് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി കളിക്കലാണ്. സുഹൃത്തുക്കളെ, സുഹൽ തച്ചോടിയാണ്. അപ്പൊ ഞാനുള്ളതിന്റെ നാട്ടിലാണ്. അപ്പൊ നമ്മളെ തെരഞ്ഞിട്ട് നമ്മളെ ചേച്ചി എവിടുന്നാ വരുന്നത്? കോഴിക്കോട് നരിക്കുനി. കോഴിക്കോട് നരിക്കുനി എന്നാണ് വരുന്നത്. ഇവിടുന്ന് ഏകദേശം എത്ര കിലോമീറ്റർ ഉണ്ടാവും? എന്തായാലും ഒരു 100 കിലോമീറ്റർ ഓടിയിട്ടാണ് ഇപ്പൊ വലിയ വരുന്നത്. ബസ്സിന് പോന്നിക്കാണ് രാവിലെ. അവരെ വീട് നാട്ടുകാരൊക്കെ പാടെ കൂടിയിട്ട്, നാട്ടുകാരല്ല കണ്ടോത്തുപാറയുള്ള ഒരു ഈ കുഞ്ഞബ്ദുള്ള ഹാജിയാരി എന്ന് പറയും. അവരെ ഒരു മോനുണ്ട് കണ്ടോത്തുപാറ. ആ സാറിന്റെ കീഴിൽ പിന്നെ ഈ ഇവിടെ ചെങ്ങോട്ടുപോയില് പള്ളി കമ്മിറ്റിക്കാര് അവരെല്ലാം. പേരെന്തായിരുന്നു? എന്റെ പേര് ശാലിനി. ശാലിനി പറഞ്ഞ ചേച്ചിയാണ്. അപ്പൊ വീട് അങ്ങനെ ഉണ്ടാക്കി ഒരു ഓടിട്ട വീട്, പക്ഷെ ചോർന്നിക്കാണ് ഇപ്പൊ. നല്ല മനുഷ്യരാണ് അവര്. ഇപ്പൊ പിന്നെ അവരടുത്തേക്ക് എന്നെ പോയി ഇങ്ങനെ പറയാറുമ്പോ അവർക്ക് എന്ത് വിചാരിക്കും. അപ്പൊ അവർക്ക് ഒരു ടാർപ്പായ മുകളിൽ ഇടാൻ വേണ്ടിയിട്ട് അപ്പൊ നമ്മളെ സുഹൃത്തുണ്ട് ബഷീർ. പിന്നെ ഇവിടെ കട്ടപ്പന കച്ചവടമാണ്, ഇൻസ്റ്റാൾമെന്റ് ഒക്കെ ആയിട്ട് ആൾക്കാർക്ക് കൊടുക്കുന്ന ആളാണ്. അപ്പൊ അവരോട് പറഞ്ഞപ്പോ അങ്ങനെ ഒരു 8,600 വില വരുന്ന ടാർപ്പായി. ഇത് സാധാ ടാർപ്പായ അല്ല, നമ്മളെ വണ്ടിയുടെ മുകളിൽ ഇടുന്ന ടാർപ്പായി ആണ്. നല്ല വലിപ്പമുള്ള കനം കൂടിയത്. അപ്പൊ നമ്മളെ സുഹൃത്ത് എന്ത് ചോദിച്ചാലും നമുക്ക് സഹായിക്കലുണ്ട്. ഇങ്ങനത്തെ ആളുകളാണ് നമ്മളെ മുന്നോട്ട് പോകാനുള്ള പ്രചോദനം. അപ്പൊ അവർക്കൊക്കെ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. ഉറപ്പായിട്ടും കർത്താവ് അനുഗ്രഹിക്കട്ടെ. അപ്പൊ അതാ പറയണത്. പിന്നെ ഇത് പറയാനുള്ള എന്താ വെച്ചാൽ ഇങ്ങനത്തെ കേസുകളൊക്കെ ആ നാട്ടുകാരന്നെ കൈകാര്യം ചെയ്യണം. കാരണം 50 രൂപ 25 രൂപ എടുത്ത ഒരു ടാർപ്പായിന്ന് കിട്ടും എല്ലാരും കൂടി വിചാരിച്ച. നിങ്ങൾ ആ നാട്ടുകാരോട് എവിടെയും പറഞ്ഞു. പക്ഷെ അവിടെ എല്ലാവർക്കും അറിയാം, ആരും ഇടപെടുന്നില്ല. 50 ഉറുപ്പ്യ ഉള്ളപ്പോ വീട്ടുപണിക്ക് പോകാൻ തുടങ്ങിയതാ. അന്നൊക്കെ വെച്ചാല് കൂലി കുറവാ. ഇന്നിപ്പോ 500 തരാ 1000 തരാന്ന് പറഞ്ഞിട്ടൊക്കെ വിളിക്കുന്നുണ്ട്. പക്ഷെ എടുക്കാനുള്ള ആവതില്ല. ഇന്നിപ്പോ ഞാൻ ഇങ്ങോട്ട് വന്ന ഇന്നലെ ഒരു ഇത്താത്തന്റെ അടുത്ത് പാറോപ്പടി ഇത്താത്തന്റെ അടുത്ത് പണിക്ക് പോയിട്ട് ആ പൈസക്ക് ഇങ്ങോട്ട് വന്ന് ഭയങ്കര. വീട്ടില് ഞാനും 2 മക്കളുമാണ്. പിന്നെ അതില് മോളെ കല്യാണം കഴിച്ച് പിന്നെ മോന് ഇച്ചിരി കൂട്ടുകെട്ട് ആ ഒരു ഇത് കാരണമാണ് അങ്ങനെ ആയത്. ഇടുക്കി ജില്ലയിൽ നിങ്ങൾക്ക് എന്ത് സാധനം ഇൻസ്റ്റാൾമെന്റ് വേണമെങ്കിൽ ബഷീറിനെ ബന്ധപ്പെട്ടാൽ മതി. കാരണം അത് സമൂഹത്തിനും ഉപകാരമാണ്. കാരണം നമ്മൾ എന്ത് ചോദിച്ചാലും പാവപ്പെട്ട കാര്യങ്ങളിൽ ഒരാളെ കാര്യം പറഞ്ഞാൽ മൂപ്പര് എടുത്ത് തരാറുമുണ്ട്. അപ്പൊ വീഡിയോ കാണുന്നവരൊക്കെ എന്റെ വീഡിയോയിൽ കുറെ ആൾക്കാർ ഇടുക്കിക്ക് വരുമെന്നൊക്കെ ചോദിച്ചിരുന്നു. അപ്പൊ അങ്ങനത്തെവർക്കൊക്കെ നമ്മളൊരു പിന്നെ തവണ വ്യവസ്ഥയിൽ നല്ല സാധനം, നല്ല ക്വാളിറ്റിയുള്ള സാധനം കിട്ടും. അപ്പൊ മൂപ്പരെ ബന്ധപ്പെട്ടാൽ മതി.